ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും വൺസ് അപ്പോൺ എ ടൈം എന്ന ഈ ചാനലിലേക്ക് സ്വാഗതം. ചാനലിലെ ഫസ്റ്റ് വീഡിയോ ആണിത്. നല്ല സിനിമകളുടെ എക്സ്പ്ലനേഷൻ വീഡിയോസ് ആയിരിക്കും ഈ ചാനലിൽ ഉണ്ടായിരിക്കുക. എക്സ്പ്ലനേഷനും സിനിമകളും ഇഷ്ടമായാൽ ദയവ് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. കൂടുതൽ വീഡിയോസ് ചെയ്യാനുള്ള വലിയൊരു പ്രോത്സാഹനമായിരിക്കും അത്. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. സോ നമുക്കിനി ഇന്നത്തെ സിനിമ ഏതാണെന്ന് നോക്കാം. 2025 റീസെൻ്റായി പുറത്തിറങ്ങിയ 28 ഇയേഴ്സ് ലേറ്റർ എന്ന ഹൊറർ ത്രില്ലർ ഫിലിമിൻ്റെ എക്സ്പ്ലനേഷനാണ് ഇന്ന് കേൾക്കാൻ പോകുന്നത്. ഒരു വൈറസ് ഔട്ട്ബ്രേക്ക് കാരണം ആളുകൾ സോംബികളായി മാറുന്നതും അത് കഴിഞ്ഞ് 28 വർഷങ്ങൾക്ക് ശേഷം നടക്കുന്ന കാര്യങ്ങളുമാണ് സിനിമയിൽ കാണിക്കുന്നത്. 28 ഡേയ്സ് ലേറ്ററും അതിൻ്റെ സീക്വലായിട്ടുള്ള 28 വീക്സ് ലേറ്റർ എന്നീ ഫിലിംസിൻ്റെ പ്ലോട്ടാണ് 28 ഡേയ്സ് ലേറ്ററിൻ്റേതെങ്കിലും ഈ ഫിലിമിനെ മുന്നത്തെ 2 ഫിലിംസിൻ്റെയും സീക്വലായിട്ട് കാണാൻ പറ്റില്ല. ഇതിൻ്റെ അടുത്ത ഭാഗത്തിലായിരിക്കും മേ ബി കണക്ഷനും കാര്യങ്ങളുമൊക്കെ വരുന്നത്. സോ നമുക്ക് താമസിക്കാതെ നേരെ കഥയിലേക്ക് കടക്കാം. സിനിമ തുടങ്ങുന്നത് 2002 വർഷം ഒരു സ്ഥലം കാണിച്ചുകൊണ്ടാണ്. കുറച്ച് കുട്ടികളെ ഒരു മുറിയിൽ ലോക്ക് ചെയ്ത് വെച്ചിട്ട് അവർക്ക് ടെലി ടബീസ് എന്ന കാർട്ടൂൺ വെച്ചു കൊടുത്തിട്ടുണ്ട്. ഈ സമയം പുറത്തുനിന്ന് ഭയങ്കര നിലവിളിയും കരച്ചിലുമൊക്കെ കേൾക്കാം. കുട്ടികൾ ഇതൊക്കെ കേട്ടിട്ട് പേടിച്ചു വിറച്ച് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്താണ് കാര്യമെന്ന് വെച്ചാൽ അവിടെ ഒരു റേജ് വൈറസ് ഔട്ട്ബ്രേക്ക് ഉണ്ടായി. അതുകൊണ്ട് ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ആളുകളെല്ലാം സോംബീസായി മാറിയിട്ട് എല്ലാവരെയും ആക്രമിച്ച് ഇൻഫെക്റ്റഡ് ആക്കും. എന്താണ് പുറത്ത് നടക്കുന്നതെന്ന് മനസ്സിലാകാതെ പേടിച്ച് കരഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്ന കുട്ടികളിൽ ജിമ്മി എന്ന പേരുള്ള ഒരു കുട്ടി പേടിച്ച് ഡോറിനടുത്തേക്ക് പോയിട്ട് തൻ്റെ അച്ഛനെ വിളിക്കുകയാണ്. പക്ഷെ അപ്പോൾ പെട്ടെന്ന് ഇൻഫെക്റ്റഡ് ആയ സോംബീസ് ഡോറും തകർത്ത് റൂമിനകത്തേക്ക് കയറും. എന്നിട്ടത് കുട്ടികളെ ആക്രമിക്കാൻ തുടങ്ങും. ഡോറിന് പുറകിലായി ഒളിച്ചു നിൽക്കുകയായിരുന്ന ജിമ്മി ഇത് കണ്ട് പേടിച്ചിട്ട് വേഗം പുറത്തേക്ക് ഇറങ്ങും. അപ്പോൾ അവൻ്റെ അമ്മ അവനോട് വേഗം ഇവിടെ നിന്നും രക്ഷപ്പെട്ടോ എന്ന് പറയുകയാണ്. ആ സോംബീസ് എന്നിട്ട് ജിമ്മിയുടെ അമ്മയും ആക്രമിക്കും. ജിമ്മി അങ്ങനെ ഓടി ചർച്ചിലേക്കാണ് പോകുന്നത്. അവിടെ അവൻ്റെ അച്ഛനുണ്ട്. ആളൊരു പ്രീസ്റ്റാണ്. അച്ഛൻ്റെ അടുത്ത് ചെന്ന് ജിമ്മി കരഞ്ഞുകൊണ്ട് പറയും, എന്താ ഇവിടെ നടക്കുന്നത്? അമ്മയും ചേച്ചിയും ഒക്കെ മരിച്ചുപോയി, നമ്മൾ മരിക്കുമെന്ന്. അപ്പോൾ ഫാദർ ജിമ്മിയോട് പറയും, ഇല്ല മോനെ, നമ്മൾ മരിക്കുകയല്ല, ഈ നടക്കുന്ന സംഭവങ്ങൾ നമ്മൾ രക്ഷിക്കപ്പെടാനുള്ളതാണ് എന്ന്. എന്നിട്ട് അയാൾ ജിമ്മിയോട് പറയും, ഇന്ന് വളരെ മഹത്വമുള്ള ഒരു ദിവസമാണ്, ഇന്നാണ് ജഡ്ജ്മെൻറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് ദൈവമാണ് ഇതൊക്കെ ചെയ്യുന്നത് എന്നുള്ള രീതിയിലാണ് ഫാദർ മോനോട് സംസാരിക്കുന്നത്. എന്നിട്ട് തൻ്റെ കഴുത്തിൽ കിടന്ന കുരിശുമാല ഊരി മകന് കൊടുത്തിട്ട് നിന്റെ വിശ്വാസം നഷ്ടപ്പെടുത്തരുതെന്ന് പറയും. ഈ സമയം കൊണ്ട് സോംബീസ് പള്ളിയിലേക്കും എത്തിയിട്ടുണ്ട്. അവർ അച്ഛനെയും ആക്രമിച്ച് ഇൻഫെക്റ്റഡ് ആക്കും. അച്ഛൻ ഭയങ്കര സന്തോഷത്തോടെ വാ മക്കളെ എന്നൊക്കെ വിളിച്ച് അവരെ തൻ്റെ അടുത്തേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ജിമ്മി അപ്പോൾ സോംബീസ് വരുന്നത് കണ്ടിട്ട് ചർച്ചിൽ ഒരിടത്തായി പോയി ഒളിച്ചിരിക്കും. ജിമ്മിയെ കുരിശുമാലയും പിടിച്ച് കരഞ്ഞുകൊണ്ട് ഒളിച്ചിരിക്കുകയാണ്. അത് കഴിഞ്ഞ് ജിമ്മി അവിടെ നിന്നും എങ്ങനെയൊക്കെയോ രക്ഷപ്പെട്ടോടുന്നതാണ് കാണിക്കുന്നത്. ആ സീൻ അവിടെ കട്ടാകും. ഈ വൈറസ് ഔട്ട്ബ്രേക്ക് UK ഒരുപാട് നാശമുണ്ടാക്കി. ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ആളുകൾ ഉള്ളതുകൊണ്ട് ബ്രിട്ടീഷ് മെയിൻലാൻഡിനെ മുഴുവൻ ക്വാറന്റൈൻ ചെയ്തു. സർവൈവേഴ്സ് അവർ മാത്രം ഒറ്റയ്ക്ക് ഒരിടത്ത് ജീവിക്കാനും തുടങ്ങി. നെക്സ്റ്റ് നമ്മൾ 28 വർഷങ്ങൾക്ക് ശേഷമുള്ള സമയമാണ് കാണിക്കുന്നത്. 4 വശത്തു നിന്നും വെള്ളത്താൽ ചുറ്റപ്പെട്ട ഒരു ഐലൻഡ് കാണിക്കുകയാണ്. ഇവിടെയാണ് സർവൈവേഴ്സ് ജീവിക്കുന്നത്. അതിന് തൊട്ടപ്പുറയാണ് മെയിൻലാൻഡ്. അവിടെയാണ് ഇൻഫെക്റ്റഡ് ആയിട്ടുള്ളവർ ഉള്ളത്. 4 വശവും വെള്ളമായതുകൊണ്ട് ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ആളുകൾക്ക് ഈ ഐലൻഡിലേക്ക് വരാൻ കഴിയില്ല. സോംബീസിൽ നിന്ന് സേഫ് ആയതുകൊണ്ടാണ് സർവൈവേഴ്സ് ഇവിടെ കഴിയാൻ തീരുമാനിച്ചത്. ഈ ഐലൻഡിലുള്ള ആളുകൾ പരസ്പരം സഹായിച്ച് ഒരുമിച്ചാണ് കഴിയുന്നത്. വെള്ളത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്നത് കൊണ്ട് കൂടുതൽ ആളുകൾ മീൻപിടുത്തത്തിൽ ഏർപ്പെട്ടാണ് ജീവിതം കഴിച്ചുകൂട്ടിയിരുന്നത്. കൂടാതെ അവരുടെ ദൈനംദിന ജീവിതത്തിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ ശേഖരിക്കാനും മറ്റുമൊക്കെ അവർ സേഫായിട്ട് മെയിൻലാൻഡിൽ പോയി വരാറുണ്ട്. അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഫിലിമിൽ പിന്നീട് കാണിക്കുന്നുണ്ട്. സർവൈവേഴ്സ് താമസിക്കുന്ന ആ ഐലൻഡാണ് അവരുടെ ലോകം. ടെക്നോളജിപരമായി വലിയ കാര്യങ്ങളൊന്നുമില്ലാത്ത ഒറ്റപ്പെട്ട് കിടക്കുന്ന ഒരു സ്ഥലം. വണ്ടിയോ ഫോണോ TVയോ ക്യാമറയോ ഒന്നും അവിടെയില്ല. 2002 ശേഷം ജനിച്ച ആളുകൾക്കാണെങ്കിൽ ഇതിനെക്കുറിച്ച് വലിയ ധാരണയുമില്ല. പറഞ്ഞു കേട്ടിട്ടുള്ള അറിവേ ഉള്ളൂ. അങ്ങനെ നമ്മളെ മെയിൻ ലീഡ്സിൽ ഒരാളായ ജെയ്മിയെ കാണിക്കുകയാണ്. ഭാര്യയും മകനുമാണ് അയാൾക്കുള്ളത്. ഭാര്യ ഐല, മകൻ സ്പൈക്ക്. ഐലയ്ക്ക് എന്തോ ഒരു വലിയ രോഗമുണ്ട്. ഇടയ്ക്കിടയ്ക്ക് അവൾ ഓർമ്മ പോയ പോലെ സംസാരിക്കുകയും തലയ്ക്കകത്ത് മുഴുവൻ വേദന എടുത്ത് അലറി കരയുകയും ഒക്കെ ചെയ്യും. പക്ഷേ ആർക്കും അവളുടെ രോഗം എന്താണെന്ന് ഇതുവരെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. കാരണം ആ ഐലൻഡിൽ പ്രോപ്പർ ഡോക്ടർമാരൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ സ്പൈക്കിന് 12 വയസ്സുണ്ട്. ജെയ്മി അവനെ മെയിൻലാൻഡിൽ സോംബീസിനെ ഹണ്ട് ചെയ്യാൻ വേണ്ടി കൊണ്ടുപോകാൻ തീരുമാനിക്കും. ആ ഐലൻഡിലെ രീതി അങ്ങനെയാണ്. ആളുകൾ ഒരു പ്രായമായാൽ തങ്ങൾക്കൊപ്പം മക്കളെയും ഹണ്ടിങ്ങിന് കൊണ്ടുപോകും. അങ്ങനെ പോകുന്നവർക്ക് വലിയ ആശംസയൊക്കെ നൽകി ഭയങ്കര സംഭവമായിട്ടാണ് അവിടുത്തെ ആളുകൾ കാണുന്നത്. പക്ഷെ സ്പൈക്ക് വയസ്സിൽ ചെറുതാണ്. അതുകൊണ്ട് ഐലയ്ക്ക് അവനെ ഹണ്ടിങ്ങിന് കൊണ്ടുപോകുന്നത് ഇഷ്ടമല്ല. പോയിട്ട് സേഫായി തിരിച്ചു വരുന്നത് അത്ര ഉറപ്പുള്ള കാര്യമല്ലല്ലോ. ഐല അത് പറഞ്ഞ് ഒരുപാട് വയലൻ്റ് ആകുമ്പോൾ സ്പൈക്ക് താൻ സ്കൂളിലേക്കാണ് പോകുന്നതെന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ച് ഹണ്ടിന് പോകാൻ ഇറങ്ങും. സ്പൈക്കിന് മെയിൻലാൻഡിലേക്ക് പോകുന്നത് വലിയ എതിർപ്പൊന്നുമില്ല. അവൻ എക്സൈറ്റഡ് ആണ്.
അവർ ഹണ്ടിന് പോകാൻ ഇറങ്ങുമ്പോൾ സ്പൈക്ക് സാമിനെ മീറ്റ് ചെയ്യും. സാം അവൻ്റെ ഗ്രാൻഡ് പേ പോലുള്ള ഒരാളാണ്. ചില സമയത്ത് ആലിയെ നോക്കുന്നതൊക്കെ അദ്ദേഹമാണ്. ആ ഫാമിലിയുമായി സാം അത്രയ്ക്ക് ക്ലോസ് ആണ്. സാം സ്പൈക്കിനെ വിഷ് ചെയ്ത് അവരെ രണ്ടുപേരും ഹണ്ടിനെ പറഞ്ഞു വിടുകയാണ്. സ്പൈക്ക് ആദ്യമായിട്ട് മെയിൻലാൻഡിലേക്ക് ഹണ്ടിന് പോകുന്നത് കൊണ്ട് നാട്ടുകാരെല്ലാം അവന് സന്തോഷത്തോടെ ആശംസകളൊക്കെ അറിയിച്ചാണ് അവിടെ നിന്നും വിടുന്നത്. സേഫായിട്ട് സ്പൈക്ക് തിരികെ വരികയാണെങ്കിൽ സ്പൈക്കിന്റെ ധീരത മാനിച്ച് അവന് വേണ്ടി പാർട്ടി ഉണ്ടാകും. അത് അവിടുത്തെ ഒരു റിച്വലാണ്. അങ്ങനെ അച്ഛനും മോനും കൂടി മെയിൻലാൻഡിലേക്ക് കടക്കാനുള്ള ഗേറ്റിന്റെ അരികിലെത്തും. ഐലൻഡിലെ ഗേറ്റ് ഇറങ്ങിക്കഴിഞ്ഞാൽ മെയിൻലാൻഡിലേക്കുള്ള വഴി തുടങ്ങുകയാണ്. കടലിന് നടുവിലൂടെയാണത്. ലോ ടൈഡ് ആയിരിക്കുന്ന ടൈമിൽ മാത്രമേ മെയിൻലാൻഡിലേക്ക് കണക്ട് ചെയ്യുന്ന വഴി ക്ലിയർ ആവുകയുള്ളൂ. ഹൈ ടൈഡ് ആകുന്നതിന് മുൻപ് മടങ്ങി വരികയും വേണം, അല്ലെങ്കിൽ ആ വഴി വെള്ളത്തിൽ മുങ്ങിപ്പോകും. അതിലൂടെ കടക്കാൻ പറ്റില്ല. പിന്നെ മറ്റൊരു റൂൾ കൂടിയുണ്ട്. മെയിൻലാൻഡിൽ പോയിട്ട് മടങ്ങി വന്നില്ലെങ്കിൽ ആരും കാണാതെ പോയ ആൾ അന്വേഷിച്ചു വരില്ല. അങ്ങനെ ഒരുപാട് പേർ ഓൾറെഡി കാണാതായിട്ടുണ്ട്. ഗേറ്റിൻ്റെ അവിടെ എപ്പോഴും ശക്തമായ പെട്രോളിംഗ് ഉണ്ട്. അതിലെ മെയിൻ ആളാണ് ജെനി. അങ്ങനെ ജെനിയുടെ നിർദ്ദേശപ്രകാരം ഗേറ്റ് ഓപ്പൺ ആക്കി കൊടുക്കും. ഹൈ ടൈഡ് ആകാൻ വേണ്ടി 4-5 മണിക്കൂറുണ്ട്. അതിനകത്ത് അവർ തിരികെ വരണം. അങ്ങനെ ജേമിയും സ്പൈക്കും കൂടി വെള്ളത്തിലെ ആ പാതയിലൂടെ നടന്ന് മെയിൻലാൻഡിലെത്തും. വളരെ മനോഹരമായ സ്ഥലമാണ് മെയിൻലാൻഡ്. സ്പൈക്ക് ആണെങ്കിൽ ആദ്യമായിട്ടാണ് ഐലൻഡിൽ പുറത്തിറങ്ങുന്നത്. അവനതൊക്കെ പുതിയൊരു അനുഭവമായിരുന്നു. ജേമി സ്പൈക്കിനെയും കൂട്ടി കാട്ടിനകത്തേക്ക് പോകും. അവിടെ ഇഴഞ്ഞു നീങ്ങുന്ന ഭയങ്കര വലിപ്പമുള്ള ഒരു സോംബി ഉണ്ടായിരുന്നു. അതിനെ സ്ലോലോ എന്നാണ് വിളിക്കുന്നത്. സ്പൈക്കിന് ആ സ്ലോലോയെ കാണിച്ചു കൊടുക്കും. അറപ്പുളവാക്കുന്ന കോലമാണ് അതിൻ്റേത്. നിലത്ത് നിന്ന് മണ്ണിനെയൊക്കെ ഭക്ഷിക്കുന്നുണ്ടത്. സാധാരണ മനുഷ്യനെയും മൃഗങ്ങളെയും ഒക്കെ അതുങ്ങൾ ആക്രമിക്കും. പക്ഷേ സ്ലോലോകൾക്ക് ഒട്ടും സ്പീഡില്ല. അതുങ്ങൾ ഇഴഞ്ഞാണ് വരുന്നത്. അതുകൊണ്ട് ഇവയെ വലുതായി പേടിക്കേണ്ട കാര്യമില്ല. സ്ലോലോയെ കൊല്ലണമെങ്കിൽ അവയുടെ കഴുത്തിൽ എയിം ചെയ്യണമെന്ന് ജെയ്മി മകനോട് പറഞ്ഞു കൊടുക്കും. ഹണ്ടിങ്ങിനു വേണ്ടി അവർ അമ്പും വില്ലുമാണ് ഉപയോഗിക്കുന്നത്. അതാണ് ഐലൻഡിൽ ഉള്ളവരുടെ പ്രധാന ആയുധം. ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുത്തിട്ട് ജെയ്മി സ്പൈക്കിനോട് അവൻ്റെ ആദ്യത്തെ ഹണ്ട് നടത്തിക്കൊള്ളാൻ പറയും. സ്പൈക്കിന് പേടിയും കുറച്ച് ടെൻഷനും ഉണ്ടെങ്കിലും അച്ഛൻ പറഞ്ഞ രീതിയിൽ കഴുത്തിനിട്ട് തന്നെ എയിം ചെയ്ത് അവൻ ആ സോംബിയെ കൊല്ലും. അപ്പോൾ സ്പൈക്കിന് കുറച്ച് ധൈര്യമൊക്കെ വരുന്നുണ്ട്. ഇങ്ങനെ അമ്പ് ചെയ്യാനുള്ള ട്രെയിനിങ് ഒക്കെ ഐലൻഡിൽ നിന്ന് കുട്ടികളായിരിക്കുമ്പോൾ തന്നെ അവരെ പഠിപ്പിക്കുന്നതാണ്. ആ സ്ലോലോ ചാവുമ്പോൾ ഒരു സൗണ്ട് ഉണ്ടാക്കുന്നുണ്ട്. അത് കേട്ട് മറ്റൊരെണ്ണം കൂടി ജെയ്മിയുടെ അടുത്തേക്ക് വരും. ജെയ്മി അതിനെ കൃത്യമായിട്ട് അമ്പ് ചെയ്ത് കൊല്ലും. ഇതുങ്ങളുടെ സൗണ്ട് കേട്ടിട്ട് ഇനിയും കൂടുതൽ സ്ലോലോകൾ വരും, അതുകൊണ്ട് നമുക്ക് ഇവിടെ നിന്ന് പോകാമെന്ന് പറഞ്ഞ് ജെയ്മി മകനെയും കൂട്ടിക്കൊണ്ട് മുന്നോട്ട് നടക്കുകയാണ്. അവരങ്ങനെ മേച്ചിൽപ്പുറം പോലുള്ള ഒരു സ്ഥലത്തേക്ക് എത്തും. അപ്പോൾ അതിലൂടെ ഒരു വലിയ കൂട്ടം മാനുകൾ എവിടേക്കോ ഓടിപ്പോവുകയാണ്. സ്പൈക്ക് ഇതൊക്കെ ആദ്യമായിട്ട് കാണുന്നത് കൊണ്ട് അവനത് ആശ്ചര്യത്തോടെ നോക്കി നിൽക്കും. അത് കഴിഞ്ഞ് ജെയ്മി അവനെ അവിടെ കണ്ട പൊട്ടിപ്പൊളിഞ്ഞു കിടക്കുന്ന ഒരു കെട്ടിടത്തിലേക്ക് കൂട്ടിക്കൊണ്ടു ചെല്ലുകയാണ്. തങ്ങൾക്ക് ആവശ്യമുള്ളത് എന്തെങ്കിലും അവിടെ നിന്ന് കെട്ടുമോ എന്നറിയാനാണ് അങ്ങോട്ടേക്ക് പോയത്. ഓരോ സ്റ്റെപ്പും ഭയങ്കര ജാഗ്രതയോടെയാണ് രണ്ടുപേരും വെക്കുന്നത്. അങ്ങനെ ആ വീട്ടിൽ തപ്പി നോക്കുമ്പോൾ അവിടെ അവർക്ക് ആവശ്യമുള്ളതൊന്നും ഇല്ലായിരുന്നു. ഒരു ഫ്രിസ്ബി മാത്രമാണ് അവിടെ നിന്നും കിട്ടുന്നത്. അത് അവർ എടുത്തു വെക്കും. അപ്പോൾ പെട്ടെന്ന് അകത്തുനിന്ന് മുരളുന്ന ഒരു സൗണ്ട് കേൾക്കുകയാണ്. രണ്ടുപേരും അമ്പും കൊണ്ട് സൗണ്ട് കെട്ടിടത്തേക്ക് ചെല്ലും. അപ്പോൾ അവർ അവിടെയായി ഒരു ഇൻഫെക്റ്റഡ് ആളെ ആരോ ആക്രമിച്ച് തല കീഴെ കെട്ടി തൂക്കിയിട്ടിരിക്കുന്നത് കാണും. അയാളുടെ തല ഒരു പ്ലാസ്റ്റിക് കൊണ്ട് മൂടി കെട്ടി വെച്ചിരിക്കുകയാണ്. കാക്കകൾ അയാളുടെ ശരീരം കൊത്തി വലിച്ചു തിന്നുന്നുണ്ട്. കൂടാതെ അയാളുടെ ദേഹത്തും എന്തൊക്കെ കോറി വരച്ചിട്ടിട്ടുമുണ്ട്. ആ ഇൻഫെക്റ്റഡ് ആൾക്ക് ഇപ്പോഴും ജീവനുണ്ട്. ആരോ തൻ്റെ അടുത്തേക്ക് വന്നിട്ടുണ്ടെന്ന് മനസ്സിലാക്കിയ ആ സോംബി അക്രമാസക്തനാകും. ജെയ്മി അപ്പോൾ മകനോട് അതിനെ അമ്പ് ചെയ്ത് കൊല്ലാൻ ആവശ്യപ്പെടും. പക്ഷെ അവനെ കൊണ്ട് കഴിയുന്നില്ല. സ്ലോ ലോയെ പോലെ അത്ര ഈസി അല്ലായിരുന്നു ഈ സോംബി. അതിന് കുറച്ചും കൂടി ഒരു മനുഷ്യ രൂപമായിരുന്നു. ഈ സമയം ആ സോംബി തന്നെ കെട്ടിവെച്ചിരുന്ന കയറും പൊട്ടിച്ച് നിലത്തേക്ക് വീണിട്ട് അവരെ ആക്രമിക്കാൻ വരും. ജെയ്മി എത്ര പറഞ്ഞിട്ട് സ്പൈക്കിന് അതിനെ കൊല്ലാനുള്ള മനഃശക്തി കിട്ടുന്നില്ല. അവസാനം സ്പൈക്ക് പേടിച്ച് സർവ്വശക്തിയും എടുത്ത് അമ്പ് ചെയ്ത് അതിനെ കൊന്നുകളയും. അതെല്ലാം കഴിഞ്ഞ് അവർ രണ്ടുപേരും അവിടെ നിന്നും ഇറങ്ങി മുന്നോട്ട് പോവുകയാണ്. അങ്ങനെ കാട്ടിലൂടെ പോകുന്ന വഴി ഒരു മൃഗത്തിനെ സോംബികൾ കൊന്നു തിന്നതിൻ്റെ അവശിഷ്ടം അവർ കാണും. സ്പൈക്കിനെ അത് കണ്ടിട്ട് വൊമിറ്റ് ചെയ്യാൻ വരും. അങ്ങനെ കുറച്ചുകൂടെ ഫ്രണ്ടിലേക്ക് പോയപ്പോഴാണ് ഒരു മരത്തിൻ്റെ കൊമ്പിൽ ഒരു മൃഗത്തിൻ്റെ തല അതിൻ്റെ ശരീരത്തിൽ നിന്ന് പിഴുതെടുത്ത് തൂക്കിയിട്ടിരിക്കുന്നത് സ്പൈക്ക് കാണുന്നത്. അവനത് അച്ഛനെ വിളിച്ച് കാണിച്ചു കൊടുക്കും. ജെയ്മി അത് കണ്ട് പെട്ടെന്ന് വല്ലാണ്ട് പേടിച്ചു പോകും. ജെയ്മി സ്പൈക്കിനോട് പറയും ഇത് ആൽഫകളുടെ പണിയാണെന്ന്. എന്നിട്ട് നമുക്ക് ഇവിടെ നിന്നും വേഗം പോകണമെന്ന് പറഞ്ഞിട്ട് അമ്പ് കയ്യിലെടുത്ത് ജാഗ്രതയോടെ അയാൾ സ്പൈക്കിനെയും കൂട്ടി തിരികെ ഐലൻഡിലേക്ക് പോകാൻ ഒരുങ്ങുകയാണ്. ആൽഫ എന്ന് പറയുന്നത് മറ്റൊരു തരം സോംബിയാണ്. വൈറസ് ചില ആളുകളുടെ ശരീരത്തിൽ ഒരു സ്റ്റിറോയിഡ് പോലെ പ്രവർത്തിക്കും. അങ്ങനെയാണ് ആൽഫ സോംബികൾ ഉണ്ടാകുന്നത്. അവർ ഭീകരന്മാരാണ്. ഓടാനും ഫൈറ്റ് ചെയ്യാനും ഒക്കെ അതുങ്ങൾക്ക് പറ്റും. അവർക്ക് 10 മടങ്ങ് ശക്തി ഉണ്ടെന്ന് മാത്രമല്ല ചിന്തിക്കാനും മനസ്സിലാക്കാനുമുള്ള എബിലിറ്റി കൂടിയുണ്ട്. അവർ ആളുകളെയും മൃഗങ്ങളെയും ഒക്കെ പിടിച്ച് അവരുടെ തല ശരീരത്തിൽ നിന്ന് വിച്ഛേദിച്ചാണ് കൊല്ലുന്നത്. എന്നിട്ട് ശരീരം ഭക്ഷിക്കും. അതാണ് മുന്നേ മരത്തിൽ കണ്ടത്. സ്പൈക്കും ജെയ്മിയും കൂടി ഓടി ഓടി ഒരു മൈതാനത്തിലെത്തും. അത് അവർക്ക് ക്രോസ് ചെയ്യണം.
അപ്പോഴാണ് മുന്നിൽ നിന്നും കുറെ ആൽഫ സോംബികൾ അവരുടെ നേരെ വരുന്നത് കാണുന്നത്. മനുഷ്യരെക്കാൾ ശക്തിയുണ്ട് ആൽഫകൾക്ക്. അതവരെ ഓടിക്കാൻ തുടങ്ങും. ആൽഫകളെ കാണുമ്പോൾ തന്നെ പേടി തോന്നും. അത്രയ്ക്ക് ഭീകരതയാണ്. തങ്ങളുടെ പിന്നാലെ ഓടിക്കൊണ്ടിരുന്ന കുറച്ച് ആൽഫകളെ ജെയ്മി അമ്പ് ചെയ്ത് കൊന്നുകളയും. പക്ഷെ സ്പൈക്ക് ഒരുപാട് പേടിച്ചു പോയതിനാൽ അവൻ്റെ ഉന്നമെല്ലാം പിഴയ്ക്കും. അങ്ങനെ അവർ രക്ഷപ്പെടാൻ വേണ്ടി മുന്നിൽ കണ്ട ഒരു വീട്ടിലേക്ക് ഓടിക്കയറുകയാണ്. കുറച്ച് ആൽഫകളും അവരുടെ പിന്നാലെ അവിടേക്ക് വരുന്നുണ്ട്. അതിൽ കുറേ എണ്ണത്തെ ജെയ്മി കൊന്നുകളയും. എന്നിട്ട് അവർ രണ്ടുപേരും ഒരു തരത്തിൽ ആ വീടിൻ്റെ മച്ചിലേക്ക് കയറി ഒളിച്ചിരിക്കും. തൽക്കാലത്തേക്ക് അവരിപ്പോൾ രക്ഷപ്പെട്ടു. ഹൈറ്റൈഡ് തുടങ്ങാൻ സമയമായതുകൊണ്ട് ഐലൻഡിലേക്ക് ഇന്നിന് തിരികെ പോകാൻ കഴിയില്ല. നമുക്ക് ഇന്ന് രാത്രി ഇവിടെ കഴിച്ചു കൂട്ടണമെന്ന് ജെയ്മി സ്പൈക്കിനോട് പറയും. പോരാത്തതിന് ജെയ്മിയുടെ പക്കലുള്ള അമ്പുകളെല്ലാം തീർന്നിട്ടുമുണ്ടായിരുന്നു. അതുകൊണ്ട് ആൽഫകളുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ അവർക്ക് ഇവിടെ ഇരുന്നേ പറ്റുകയുള്ളൂ. ഈ സമയം ഐലൻഡിൽ ആളുകൾ പാർട്ടിയൊക്കെ സെറ്റ് ചെയ്ത് ഇവ രണ്ടുപേർക്കും വേണ്ടി കാത്തിരിപ്പ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവർ ആ മച്ചിലിരിക്കുമ്പോൾ സ്പൈക്ക് അങ്ങ് അകലെയായി തീ കത്തുന്നത് കാണും. അതെന്താണ് സംഭവം, അവിടെ വില്ലേജ് വല്ലതും ഉണ്ടോ എന്ന് അവൻ ജെയ്മിയോട് ചോദിക്കും. അപ്പോൾ ജെയ്മി അതെന്താണെന്ന് തനിക്ക് അറിയില്ല, കാരണം താൻ ഇതുവരെ ആ സൗത്ത് ഭാഗത്തേക്ക് പോയിട്ടില്ല എന്ന് പറഞ്ഞ് വിഷയം മാറ്റാനാണ് ശ്രമിക്കുന്നത്, എന്തോ ഒളിക്കുന്നത് പോലെ. അതെല്ലാം കഴിഞ്ഞ് അവർ അവിടെ കിടന്ന് ഉറങ്ങാനായിട്ട് തുടങ്ങും. കുറച്ചു കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് ആ സ്ഥലത്തുകൂടി മൃഗങ്ങളുടെ ഒരു വലിയ കൂട്ടം എങ്ങോട്ടേക്ക് ഓടിപ്പോവാനായിട്ട് തുടങ്ങും. മൃഗങ്ങൾ ഇങ്ങനെ ഓടുന്നതിൻ്റെ ശക്തി കാരണം ഭൂമി ഇളകിയിട്ട് ആ പഴയ കെട്ടിടം ഇടിഞ്ഞു വീഴാനായിട്ട് തുടങ്ങും. സ്പൈക്ക് ഈ സമയം തൻ്റെ അമ്മ കടലിൽ മുങ്ങി താഴ്ന്നുകൊണ്ടിരിക്കുമ്പോൾ അവനെ രക്ഷിക്കാനായി വിളിക്കുന്നത് പോലെ ഒരു സ്വപ്നം കാണുകയാണ്. അതുകൊണ്ട് അവൻ ഭൂമികുലുക്കമൊന്നും അറിയുന്നില്ല. ജെയ്മി പക്ഷേ കെട്ടിടം ഇടിഞ്ഞു വീഴുന്നത് അറിഞ്ഞിട്ട് ഉറക്കത്തിൽ നിന്ന് വേഗം എണീക്കും. എന്നിട്ട് സ്പൈക്കിനെയും കൂട്ടിക്കൊണ്ട് അവിടെ നിന്നും ഓടി രക്ഷപ്പെടുകയാണ്. അവർ അവിടെ നിന്നും ഇറങ്ങിയതിന് തൊട്ടു പിന്നാലെ ആ വീട് നിലംപൊത്തും. നമുക്കിനി ഇവിടെ ഇങ്ങനെ നിൽക്കാൻ പറ്റില്ല, അതുകൊണ്ട് വേഗം തിരിച്ച് വീട്ടിലേക്ക് പോകണമെന്ന് ജെയ്മി പറയും. സ്പൈക്ക് അപ്പോൾ ചോദിക്കും, ഹൈറ്റൈഡ് ആയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ എന്ന്. ജെയ്മി പറയും, ഹൈറ്റൈഡ് ആക്കാൻ തുടങ്ങിയിട്ടുണ്ടാവുകയുള്ളൂ, അതുകൊണ്ട് മുട്ടിന് താഴെ വെള്ളം കാണും, നമുക്ക് എങ്ങനെയെങ്കിലും ക്രോസ് ചെയ്യാമെന്ന്. എന്നിട്ട് അവർ രണ്ടുപേരും കൂടി വേഗം ഓടി കടൽ തീരത്തെത്തും. വെള്ളം അപ്പോൾ അവരുടെ മുട്ടിന് താഴെ ഉണ്ടായിരുന്നുള്ളൂ. അവർ സേഫായിട്ട് പകുതി വഴിയോളം ക്രോസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ആശ്വാസത്തിൽ സന്തോഷിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരു ആൽഫ സോംബി അവരെ ആക്രമിക്കാൻ വേണ്ടി അവരുടെ അടുത്തേക്ക് ഓടി വരുന്നത് അവർ കാണുന്നത്. വെള്ളം കുറവായതുകൊണ്ട് അത് അവരുടെ പുറകെ ഓടി വരികയാണ്. ആൽഫയെ കണ്ടിട്ട് അവർ സർവ്വശക്തിയും എടുത്ത് ഓടാൻ തുടങ്ങും. സ്പൈക്ക് ഇടയ്ക്ക് വീണു പോകുന്നുണ്ടെങ്കിലും ജെയ്മി അവനെ വലിച്ചെണീപ്പിച്ച് ഓടാൻ തുടങ്ങും. പക്ഷേ പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ ആൽഫകൾക്ക് ഇവരെക്കാൾ സ്പീഡുണ്ട്. കൂടാതെ തിരിച്ചാക്രമിക്കാൻ ഇവരുടെ കയ്യിൽ അമ്പുകളും ബാക്കിയില്ല. അങ്ങനെ അവർ ഒരു തരത്തിൽ തിരിച്ച് അവരുടെ ഗേറ്റ് വരെ എത്തി. എന്നിട്ട് അവിടെ പെട്രോളിങ്ങിന് നിന്നവരോട് ഹെൽപ്പ് ചോദിച്ച് ഉറക്കി അലറി വിളിക്കുകയാണ്. അങ്ങനെ സോംബി അവരെ പിടിക്കാൻ വന്നതും കറക്റ്റ് പെട്രോളിംഗ് ടീം വലിയൊരു അമ്പ് ചെയ്ത് ആൽഫയെ കൊന്നുകളയും. സ്പൈക്കും ജെയ്മിയും തലനാരൊഴുകി രക്ഷപ്പെട്ടു. ഗേറ്റിന്റെ സെക്യൂരിറ്റി ആയിട്ടുള്ള ജെന്നി അച്ഛനും മകനും ഇൻഫെക്റ്റഡ് അല്ല എന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷമാണ് തിരിച്ച് അവരെ ഗേറ്റിനുള്ളിലേക്ക് കയറ്റുന്നത്. സ്പൈക്കിന് വേണ്ടിയുള്ള പാർട്ടി ഓൾറെഡി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ആദ്യമായി ഐലൻഡിന് പുറത്തു പോയപ്പോൾ തന്നെ ഇങ്ങനെ ആൽഫയുമായി ഒരു ഏറ്റുമുട്ടൽ ഉണ്ടായതുകൊണ്ട് സ്പൈക്കിന് അവൻ്റെ ഫസ്റ്റ് ഹണ്ടിങ് ഭയങ്കര സ്പെഷ്യലായിരുന്നു. ജെയ്മി സ്പൈക്കിനെ പാർട്ടിയിലേക്ക് കൊണ്ടുചെല്ലും. സ്പൈക്ക് സത്യത്തിൽ ഒരു സ്ലോലോയെ മാത്രമാണല്ലോ കൊന്നത്. ആൽഫയുടെ മുന്നിൽ അവൻ പേടിച്ചു പോയിട്ടുണ്ടായിരുന്നല്ലോ. പക്ഷെ ജെയ്മി അവൻ സ്ലോലോയെയും ആൽഫയെയും ഒക്കെ ഹണ്ട് ചെയ്തെന്ന് വെറുതെ കത്തിയടിക്കും. എന്നിട്ട് ഇന്ന് പുറത്തു പോയപ്പോൾ സംഭവിച്ച കാര്യങ്ങളിൽ കുറെ പൊടിപ്പും തൊങ്ങലും കൂട്ടി എല്ലാവരോടും പറയാൻ തുടങ്ങും. അതൊക്കെ കേട്ട് വിശ്വസിച്ച് എല്ലാവരും സ്പൈക്കിനെ ഒരു ധീരനെ പോലെ അഭിനന്ദിക്കുകയാണ്. പക്ഷെ അവന് അതൊന്നും അത്രയ്ക്ക് ഇഷ്ടമാക്കുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ സ്പൈക്ക് ആ പാർട്ടിയുടെ ഇടയിൽ വെച്ച് ജെയ്മി എവിടെയാണെന്ന് നോക്കുമ്പോൾ ജെയ്മി റോസി എന്ന് പറഞ്ഞൊരു പെണ്ണുമായി ഡാൻസ് കളിക്കുന്നത് കാണുകയാണ്. എന്നിട്ട് അവർ രണ്ടുപേരും കൂടി പുറത്തേക്ക് പോവുകയാണ്. സ്പൈക്ക് അത് കണ്ടിട്ട് അവരുടെ പിന്നാലെ പോയി നോക്കും. അവർ രണ്ടുപേരും അപ്പോൾ ആരുമില്ലാത്തടത്ത് വെച്ചിട്ട് റൊമാൻസ് ചെയ്യുകയായിരുന്നു. സ്പൈക്ക് അത് കാണുമ്പോൾ ഷോക്കായി പോകും. തൻ്റെ അച്ഛനെ മറ്റൊരു സ്ത്രീയോടൊപ്പം കണ്ടത് അവന് സഹിക്കില്ല. അവൻ പാർട്ടിയിൽ നിന്നിറങ്ങി അമ്മയുടെ അടുത്തേക്ക് തിരികെ വരികയാണ്. സാമായിരുന്നു അതുവരെ അമ്മയെ നോക്കിയത്. സ്പൈക്ക് സാമിനോട് പറയും, ഞാൻ അമ്മയെ കാണാൻ വന്നതാണെന്ന്. അപ്പോൾ സാം പറയും, നിനക്ക് വേണ്ടിയുള്ള പാർട്ടിയല്ലേ അത്, അവിടെയല്ലായിരുന്നു നീ ഉണ്ടാകേണ്ടിയിരുന്നത് എന്ന്. സ്പൈക്ക് ഇത് കേട്ടിട്ട് കാട്ടിൽ നടന്ന യഥാർത്ഥ കാര്യങ്ങളും താൻ പേടിച്ചു പോയതുമൊക്കെ സാമിനോട് പറയും. അവിടെ തീ കത്തിക്കൊണ്ടിരിക്കുന്നതും താൻ കണ്ടെന്നും അവൻ പറയുന്നുണ്ട്. അത് കേട്ട് കഴിയുമ്പോൾ സാം പറയും, അത് ഉറപ്പായിട്ടും മിസ്റ്റർ കെൽസൺ ആയിരിക്കുമെന്ന്. സൗത്ത് ഡയറക്ഷനിലായിരുന്നു തീ കണ്ടതെന്ന് ചോദിക്കുമ്പോൾ അത് എന്ന് സ്പൈക്ക് പറയും. സാം അപ്പോൾ ഉറപ്പിച്ചു പറയും, അപ്പോൾ അത് തീർച്ചയായിട്ടും കെൽസൺ തന്നെ ആയിരിക്കുമെന്ന്. അദ്ദേഹം ഡോക്ടറായിരുന്നുവെന്നും 30 വർഷങ്ങൾക്ക് മുൻപ്, അതായത് ഈ സോംബി ഔട്ട്ബ്രേക്ക് ഉണ്ടാകുന്നതിന് മുന്നേ തങ്ങൾ ഫ്രണ്ട്സ് ആയിരുന്നുവെന്നും സാം പറയുകയാണ്. അയാൾ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടല്ലേ എന്ന് സാം ആശ്ചര്യത്തോടു കൂടി ചോദിക്കും. സ്പൈക്ക് അപ്പോൾ സാമിനോട് പറയും, ജെയ്മി പറഞ്ഞത് ഡോക്ടർമാരെല്ലാം മരിച്ചുപോയെന്നും അതുകൊണ്ടാണ് അമ്മയുടെ രോഗം മനസ്സിലാക്കാൻ പറ്റാത്തത്, ആ തീനെക്കുറിച്ചൊന്നും തനിക്ക് അറിയില്ല എന്നൊക്കെയാണല്ലോ എന്ന്. അച്ഛനൊരു പക്ഷേ എല്ലാം കള്ളത്തരമായിരിക്കും പറയുന്നതെന്ന് സ്പൈക്ക് നിരാശയോടെ പറയുകയാണ്. അപ്പോൾ സാം പറയും, നിന്നെ പേടിപ്പിക്കണ്ട എന്നോർത്ത് പറയാതിരുന്നതാവും, കെൽസൺ ഓടായ, അതായത് ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു മനുഷ്യനാണെന്ന്. അത് കേട്ട് സ്പൈക്ക് സാമിനോട് കൂടുതൽ കാര്യങ്ങൾ ചോദിക്കാൻ തുടങ്ങും. സാം പറയും, ജെയ്മിക്ക് ഇതൊന്നും നിന്നോട്
പറയാൻ ആഗ്രഹമില്ലായിരുന്നു, അപ്പോൾ ഞാൻ എങ്ങനെ പറയുമെന്ന്. എന്നിട്ട് അവനോട് തിരിച്ചു പൊക്കോളാൻ പറയുകയാണ് സാം. സ്പൈക്ക് പറയും സാം പൊക്കോളൂ, ഞാൻ അമ്മയെ നോക്കിക്കൊള്ളാമെന്ന്. അങ്ങനെ സ്പൈക്ക് അമ്മയുടെ അടുത്ത് പോയി അമ്മേനെ കെട്ടിപ്പിടിച്ച് കിടന്നുറങ്ങുകയാണ്. അത് കഴിഞ്ഞ് നെക്സ്റ്റ് ഡേ ആകുമ്പോൾ ജെയ്മി തിരിച്ച് വീട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. ജെയ്മിയെ മറ്റൊരു സ്ത്രീയോടൊപ്പം കണ്ടതുകൊണ്ട് സ്പൈക്കിന് അച്ഛനോട് ദേഷ്യമാണ്. അച്ഛനോട് അവൻ മര്യാദയ്ക്ക് സംസാരിക്കുകയൊന്നുമില്ല. സ്പൈക്ക് അച്ഛനോട് ഡോക്ടർ കെൽസിനെ കുറിച്ച് ചോദിക്കും. അമ്മയെ ചികിത്സിക്കാൻ ഒരു ഡോക്ടർ ഉണ്ടായിട്ടും എന്തുകൊണ്ടാണ് അച്ഛൻ നുണ പറഞ്ഞതെന്ന് അവൻ ചോദിക്കുകയാണ്. ജെയ്മി പറയും കെൽസിന് പണ്ട് ചിലപ്പോൾ ഒരു ഡോക്ടർ ആയിരുന്നിരിക്കും, എന്നാൽ അയാൾ ഇപ്പോൾ ഒരു ഭ്രാന്തനാണെന്ന്. എന്നിട്ട് ജെയ്മി സ്പൈക്ക് ഉണ്ടാക്കുന്നതിന് മുന്നേ നടന്നൊരു കാര്യം പറയുകയാണ്. ഭക്ഷണം ശേഖരിക്കാൻ വേണ്ടി ജെയ്മിയും കുറച്ച് പേരും കൂടി മെയിൻലാൻഡിലെ കാട്ടിലേക്ക് പോയതായിരുന്നു. അവിടെയുള്ള ഒരു കുന്നിൻ്റെ മുകളിൽ നിന്ന് നോക്കിയപ്പോൾ തങ്ങൾ കാണുന്നത് നൂറുകണക്കിന് ആളുകളുടെ ശവശരീരങ്ങൾ നിരത്തി വച്ചിരിക്കുന്നതാണ്. അതിൻ്റെ നടുവിൽ തീയും. അതിന് തൊട്ടടുത്ത് കെൽസൺ നിൽപ്പുണ്ടായിരുന്നു. അത്രയും ബോഡീസ് വെച്ച് അയാൾ എന്തു ചെയ്യാൻ പോവുകയാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായില്ല. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ അയാൾ ഞങ്ങളെ കണ്ടിട്ട് ഭയങ്കര കാഷ്വലായി കൈ പൊക്കി കാണിച്ചിട്ട് ഇങ്ങോട്ടേക്ക് വരൂ എന്നുള്ള രീതിയിൽ ആംഗ്യം കാണിച്ചു. അത് കണ്ടതും ഞങ്ങൾ ജീവനം കൊണ്ട് അവിടെ നിന്നും ഓടിപ്പോരുകയായിരുന്നു. അതിനുശേഷം 15 വർഷമായിട്ട് ഞങ്ങൾ ആ ഭാഗത്തേക്ക് പോയിട്ടില്ല. ഡോക്ടർ കേൽസൺ അയാൾക്ക് ഭ്രാന്താണെന്ന് ജെയ്മി പറയുകയാണ്. ഇതെല്ലാം കേട്ടിട്ട് സ്പൈക്ക് അച്ഛനോട് ചോദിക്കും, അമ്മ മരിക്കണമെന്നാണോ നിങ്ങളുടെ ആഗ്രഹം? അമ്മ മരിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. അമ്മ മരിച്ചിട്ട് റോസി ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാനാണോ അത് അവളുടെ ഭർത്താവ് പറഞ്ഞാൽ എന്താവുമെന്നെല്ലാം. ഇതൊക്കെ കേട്ടിട്ട് ദേഷ്യം വന്ന ജെയ്മി സ്പൈക്കിനിട്ട് ഒറ്റ അടി വെച്ച് കൊടുക്കും. സ്പൈക്ക് പെട്ടെന്ന് ഷോക്കായി പോകും. അപ്പോൾ പെട്ടെന്ന് ഐല ഒച്ചയിടുകയാണ്. അവൾക്ക് വീണ്ടും വേദന എടുക്കാൻ തുടങ്ങി. സ്പൈക്ക് അങ്ങോട്ടേക്ക് കയറിപ്പോകും. ജെയ്മിയും അങ്ങോട്ടേക്ക് ചെല്ലുന്നുണ്ടെങ്കിലും തങ്ങളെ ഒറ്റയ്ക്ക് വിട്ടേക്ക് എന്ന് പറയുകയാണ് സ്പൈക്ക് അച്ഛനോട്. അവൻ ദേഷ്യപ്പെട്ടാണ് സംസാരിക്കുന്നത്. അത് കേട്ട് ദേഷ്യവും വിഷമവും വന്ന ജെയ്മി അവിടെ നിന്നും ഇറങ്ങിപ്പോകും. മകനെ തല്ലിയതിൽ അയാൾക്ക് കുറ്റബോധമുണ്ട്. അത് കഴിഞ്ഞ് നെക്സ്റ്റ് സീനിൽ കാണിക്കുന്നത് സ്പൈക്ക് ഭക്ഷ്യധാന്യങ്ങളൊക്കെ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന ഒരു സ്റ്റോറേജിന് ആരും അറിയാതെ തീയിടുന്നതാണ്. എന്നിട്ട് അവൻ ആളുകളെല്ലാം അങ്ങോട്ടേക്ക് തീ പിടിച്ചു എന്ന് പറഞ്ഞ് വിളിച്ചു കൂട്ടും. ഗേറ്റിൻ്റെ അവിടെ പട്രോളിംഗ് നടത്തുന്നവരെയും താൻ ഗേറ്റ് നോക്കിക്കൊള്ളാം, നിങ്ങളോട് വേഗം സ്റ്റോറേജിൻ്റെ അങ്ങോട്ടേക്ക് ചെല്ലാൻ പറഞ്ഞു എന്ന് പറഞ്ഞ് അവിടെ നിന്നും മാറ്റും. ഇപ്പോൾ പട്രോളിങ്ങിന് ആരുമില്ല. ഇതൊരു ചാൻസ് ആയിട്ടെടുത്ത് സ്പൈക്ക് ആരും കാണാതെ തൻ്റെ അമ്മയെ കൂട്ടി മെയിൻലാൻഡിലേക്ക് പോവുകയാണ്. അവരങ്ങനെ കടലിന് നടുവിലോട്ടുള്ള ആ വഴി ക്രോസ് ചെയ്ത് മെയിൻലാൻഡിലെത്തും. ഐലയുടെ അസുഖം കാരണം അവൾക്ക് പലതും ഓർമ്മയില്ല. പെട്ടെന്ന് ടെൻഷനാകുമ്പോൾ ഐല ജെയ്മിയെ അന്വേഷിക്കുകയും തൻ്റെ അച്ഛനെക്കുറിച്ച് പറയുകയും ഒക്കെ ചെയ്യും. അവിടെ എത്തിക്കഴിഞ്ഞാണ് നമ്മൾ മെയിൻലാൻഡിലാണ് ഉള്ളത് എന്ന് സ്പൈക്ക് ഐലയോട് പറയുന്നത്. അത് കേട്ട് കഴിയുമ്പോൾ ഐല പരിഭ്രമിക്കാൻ തുടങ്ങും. നമുക്ക് തിരിച്ചു പോകാം എന്ന് പറഞ്ഞ് അവർ ബഹളം വെക്കാനായിട്ട് തുടങ്ങുകയാണ്. സ്പൈക്ക് അപ്പോൾ പറയും, ഇവിടെ ഒരു ഡോക്ടറുണ്ട്, അമ്മയുടെ അസുഖം നമുക്ക് ഭേദമാക്കാമെന്ന്. അപ്പോൾ അമ്മ പോകാൻ സമ്മതിക്കും. ഐല സ്പൈക്കിനെ വിശ്വസിക്കുകയാണ്. അങ്ങനെ അവർ സ്പൈക്ക് തീ കണ്ട സ്ഥലത്തേക്ക് നടക്കാൻ തുടങ്ങും. ഒരുപാട് കണ്ടിന്യൂസ് ആയി ഇങ്ങനെ നടന്നു കഴിയുമ്പോൾ ഐല തളരും. അതുകൊണ്ട് അടുത്തുള്ള കെട്ടിടത്തിൽ ഇന്ന് രാത്രി കഴിച്ചുകൂടാൻ അവർ തീരുമാനിക്കുകയാണ്. ആ ബിൽഡിങ്ങിൽ കയറിയിട്ട് അമ്മയോട് ഉറങ്ങിക്കോളൂ, താൻ കാവലിരിക്കാമെന്ന് സ്പൈക്ക് പറയും. അങ്ങനെ ഐല ഉറങ്ങാൻ കിടക്കും. പക്ഷെ സ്പൈക്ക് ഒരു കൊച്ചുകുട്ടിയായിരുന്നതുകൊണ്ട് അവനും കാവലിരിക്കുന്നതിനിടയിൽ അറിയാതെ ഉറങ്ങിപ്പോകും. ഈ സമയം ആ ബിൽഡിങ്ങിലുണ്ടായിരുന്ന ഒരു സ്ലോലോ ഉറങ്ങുകയായിരുന്ന സ്പൈക്കിനെ ആക്രമിക്കാനായിട്ട് വരികയാണ്. ഉറക്കമായിരുന്ന സ്പൈക്ക് ഇതൊന്നും അറിയുന്നില്ല. ആ സ്ലോലോ സ്പൈക്കിനെ കടിക്കാനാഞ്ഞതും ഐല പെട്ടെന്ന് അതിനെ അറ്റാക്ക് ചെയ്ത് കൊല്ലും. ഐലയുടെ ഈ ഒരു പ്രവൃത്തി കുറച്ച് ഷോക്കിംഗ് ആയിരുന്നു. സ്പൈക്ക് ഇതൊന്നും അറിയുന്നേ ഇല്ലായിരുന്നു. അത് കഴിഞ്ഞ് നെക്സ്റ്റ് മോർണിംഗ് ആയപ്പോൾ ഒരു സ്ലോലോ അവിടെ മരിച്ചു കിടക്കുന്നത് അവർ കാണും. ഐലയ്ക്ക് താനാണ് ഇത് ചെയ്തതെന്ന് ഒരു ഓർമ്മയുമില്ല. സ്പൈക്കാണെങ്കിൽ ഇതെന്താ പറ്റിയെന്ന് ആലോചിക്കുന്നുമുണ്ട്. ഈ സമയം മറ്റൊരു സീൻ കാണിക്കുകയാണ്. മെയിൻലാൻഡിലേക്ക് കുറച്ച് ആർമി ഓഫീസേഴ്സ് എങ്ങനെയോ എത്തിപ്പെട്ടിരിക്കുകയാണ്. ആൽഫാസ് അവരെ ആക്രമിക്കാൻ പിന്നാലെയുണ്ട്. അവരുടെ കയ്യിലുള്ള തോക്ക് ഉപയോഗിച്ച് മാക്സിമം ആൽഫകളെ കൊല്ലാൻ അവർ നോക്കും. പക്ഷേ തോക്കിലെ ബുള്ളറ്റ്സ് ഒക്കെ തീരാറായിട്ടുണ്ട്. ആർമി ഓഫീസേഴ്സിലെ പലരും സോംബീസിൻ്റെ ആക്രമണമേറ്റ് സോംബിയായി മാറിയതുകൊണ്ട് ബാക്കിയുള്ള ഓഫീസേഴ്സിന് തങ്ങളുടെ കൂടെയുള്ള ആൾക്കാരെ തന്നെ കൊല്ലേണ്ടി വരും. ആൽഫകൾ രക്ഷപ്പെടാൻ ഒളിച്ചിരുന്ന ആർമിക്കാരെയും ആക്രമിക്കും. അങ്ങനെ ആ സീൻ കട്ടായിട്ട് അടുത്ത സീനിൽ സ്പൈക്കിനെയും അമ്മയുമാണ് കാണിക്കുന്നത്. അവർ തങ്ങളുടെ യാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ്. നിറയെ പൂക്കളുള്ള ഒരു മൈതാനത്തിലേക്ക് അവരെത്തിച്ചേരും. ഐലയ്ക്ക് മറവിയുള്ളതുകൊണ്ട് തൻ്റെ ഒപ്പമുള്ളത് ജെയ്മിയാണെന്നും ഐലയുടെ അച്ഛനാണെന്നും ഒക്കെ അവൾ വിചാരിക്കും. സ്പൈക്കിനെ അവൾ ഡാഡ് എന്നും ജെയ്മി എന്നുമൊക്കെ മാറി മാറി വിളിക്കുന്നുണ്ട്. ആ പൂക്കളൊക്കെയുള്ള സ്ഥലം കണ്ടിട്ട് അവൾ താൻ അച്ഛൻ്റെ കൂടെയാണെന്ന് കരുതി സ്പൈക്കിനെ ഡാഡ് എന്ന് വിളിച്ചിട്ട് ഓരോ കാര്യങ്ങൾ പറയാൻ തുടങ്ങും. അങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് സ്ട്രെസ്സായി ഐലയുടെ മൂക്കിൽ നിന്നും രക്തം ഒഴുകാൻ തുടങ്ങും. മേ ബി അവളുടെ അച്ഛൻ നേരത്തെ തന്നെ കൊല്ലപ്പെട്ടിട്ടുണ്ടാകും. സ്പൈക്ക് ആ രക്തം തുടച്ചു കൊടുക്കും. അപ്പോഴാണ് അവരുടെ പിന്നിലായി ഒരു സോംബി വരുന്നത് സ്പൈക്ക് കാണുന്നത്. അവൻ അതിനെ അമ്പ് ചെയ്ത് പെട്ടെന്ന് തന്നെ കൊന്നുകളയും. അമ്മ ഇത് കണ്ട് ടെൻഷനാകുന്നുണ്ട്.
ഈ സമയം ആ സോംബിയുടെ ഒച്ച കേട്ടിട്ട് ബാക്കി സോംബീസ് കൂടി അങ്ങോട്ടേക്ക് വരികയാണ്. സ്പൈക്ക് ഉടനെ തന്നെ അമ്മയും കൂട്ടി അവിടെ നിന്നും ഓടിപ്പോകും. അവിടെ ഉണ്ടായിരുന്ന ഹാപ്പി ഈറ്റർ എന്ന് പറഞ്ഞ പഴയൊരു കടയ്ക്കകത്തേക്കാണ് അവർ രക്ഷപ്പെടാൻ ഓടിക്കയറുന്നത്. പക്ഷേ ആ കട വർഷങ്ങളായി അടഞ്ഞു കിടന്നത് കാരണം വേപ്പറൈസ്ഡ് ബെൻസീൻ ആ മുറിയുടെ മുകളിലായി മുഴുവൻ തങ്ങിക്കിടക്കുന്നുണ്ടായിരുന്നു. സ്പൈക്കിനും ഐലയ്ക്കും അതുകൊണ്ട് ശ്വസിക്കാൻ പറ്റുന്നില്ല. സോംബീസ് കാരണം പുറത്തേക്ക് ഓടാനും സാധിക്കുന്നില്ല. അവരങ്ങനെ മരിക്കുന്ന ഒരു സാഹചര്യം വന്നപ്പോഴാണ് ഒരാൾ ഷോപ്പിന്റെ മുകളിലുള്ള ഒരു ഓപ്പണിംഗ് തുറന്ന് അവരോട് പെട്ടെന്ന് നിലത്തേക്ക് കിടന്നു എന്ന് പറയുന്നത്. സ്പൈക്കും മൈലിയും അങ്ങനെ കിടക്കും. അപ്പോൾ അയാൾ തന്റെ കയ്യിലുള്ള ഗൺ വെച്ച് ഷോപ്പിനകത്തേക്ക് ഷൂട്ട് ചെയ്യും. ബെൻസിന് തീ പിടിക്കും. പെട്ടെന്നൊരു എക്സ്പ്ലോഷൻ പോലെ ഉണ്ടായി സോംബികളെല്ലാം തീ പിടിച്ച് കൊല്ലപ്പെടും. വേപ്പറൈസ്ഡ് ബെൻസിൻ ഷോപ്പിന്റെ റൂഫിനോട് ചേർന്ന ഭാഗത്ത് മാത്രമാണ് ഉണ്ടായത്. അതുകൊണ്ടാണ് തറയിലേക്ക് കിടന്ന സ്പൈക്കിനും അമ്മയ്ക്കും ഒന്നും പറ്റാതെ രക്ഷപ്പെട്ടത്. അങ്ങനെ അവർ രണ്ടുപേരും സോംബികളുടെ കയ്യിൽ നിന്ന് ഭാഗ്യത്തിന് രക്ഷപ്പെട്ടു. അവർ ഷോപ്പിന് പുറത്തേക്ക് വരും. അവരെ രക്ഷിച്ചത് ഒരു ആർമി ഓഫീസറായിരുന്നു. പേര് എറിക്. അയാൾ മുൻപ് കണ്ട ആ ഓഫീസേഴ്സിനൊപ്പം ഉണ്ടായിരുന്നതാണ്. ഇപ്പോൾ എറിക്ക് മാത്രമേ അവരുടെ കൂട്ടത്തിൽ ജീവനോടെ ബാക്കിയുള്ളൂ. മറ്റൊരു സ്ഥലത്തേക്ക് പെട്രോളിംഗ് ബോട്ടിൽ പോവുകയായിരുന്നു എറിക്കും സംഘവും. ബോട്ട് ഒരു കല്ലിടിച്ച് തകർന്നു. രക്ഷപ്പെട്ട കുറച്ചുപേർ ഈ ക്വാറന്റൈനിലുള്ള മെയിൻ ലൈനിലെത്തി. അവരിൽ എറിക്ക് മാത്രമേ ഇപ്പോൾ ജീവനോടെ ഉള്ളൂ. സ്പൈക്ക് അമ്മയെ താൻ ഡോക്ടറിന്റെ അടുത്ത് കൊണ്ടുപോവുകയാണെന്ന് പറയും. ഐലയുടെ അവസ്ഥ വീണ്ടും മോശമായിട്ടുണ്ട്. സ്പൈക്കിനെ അവൾ ഡാഡ് എന്ന് വിളിച്ച് സംസാരിക്കുന്നത് കണ്ടിട്ട് എറിക്കിന് ഒന്നും മനസ്സിലാകില്ല. എറിക്കിനെ രക്ഷിക്കാൻ ഇനി ആരും അവിടേക്ക് വരില്ലെന്ന് മനസ്സിലായ സ്പൈക്ക് അവനോട് തന്റെ ഐലൻഡിലേക്ക് പോന്നോളാൻ പറയും. പക്ഷെ അതിനു മുൻപ് അമ്മയെ ഡോക്ടറിന്റെ അടുത്തെത്തിക്കണമെന്നൊരു കണ്ടീഷൻ കൂടി സ്പൈക്ക് പറയുന്നുണ്ട്. അങ്ങനെ അവർ 3 പേരും കൂടി ഐലയെ ഡോക്ടറിനെ കാണിക്കാനുള്ള യാത്ര തുടരും. ഐലയ്ക്ക് വയ്യാത്തത് കൊണ്ട് എറിക്ക് അവരെ പുറത്ത് കയറ്റിക്കൊണ്ടാണ് യാത്ര ചെയ്യുന്നത്. അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ട് അവർ നടക്കുകയാണ്. മടുത്തു കഴിഞ്ഞപ്പോൾ അവർ ഒരിടത്തിരുന്ന് റെസ്റ്റ് ചെയ്യും. എറിക്കിന് കഴിക്കാൻ സ്പൈക്ക് തന്റെ കൈവശമുള്ള കുറച്ച് ആപ്പിളുകൾ കൊടുക്കുന്നുണ്ട്. സ്പൈക്ക് എന്നിട്ട് എറിക്കിന്റെ കയ്യിലുള്ള എക്യുപ്മെന്റ്സ് ഇങ്ങനെ അത്ഭുതത്തോടെ നോക്കുകയാണ്. അപ്പോൾ എറിക്ക് തന്റെ ഫോൺ സ്പൈക്കിനെ കാണിച്ചു കൊടുക്കും. അതിലെ വാൾപേപ്പർ എറിക്കിന്റെ ഫിയോൻസി ആയിരുന്നു. സ്പൈക്ക് തന്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് ഒരു ഫോൺ കാണുന്നത്. ഫോണിൽ ഫോട്ടോയിലുള്ള പെൺകുട്ടിയെ കാണുമ്പോൾ അവന് കുറച്ച് വിയേർഡായിട്ട് തോന്നും. ഇപ്പോഴുള്ള ആളുകളെ പോലെ ഫേസിൽ സർജറീസും ചുണ്ടിൽ ഫില്ലേഴ്സും ഒക്കെ ആ പെൺകുട്ടിക്കുണ്ടായിരുന്നു. അത് കണ്ടിട്ട് സ്പൈക്ക് പറയും തൻ്റെ ഐലൻഡിലുള്ള ഒരു പെൺകുട്ടിക്കും ഇതേപോലെ തന്നെയാണ്. അവൾക്ക് ഷെൽഫിഷ് അലർജിയാണ്. അത് കഴിക്കുമ്പോഴൊക്കെ അവളുടെ ചുണ്ട് ഇതുപോലെ നീര് വെച്ച് വരുമെന്ന്. എറിക്ക് അത് കേട്ടിട്ട് അവനോട് പറയും ഒന്ന് പോടാ, ഇത് അങ്ങനെയൊന്നുമല്ല എന്ന്. അപ്പോൾ ഫോണിൽ ചാർജ് 1% മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഫോണും പെട്ടെന്ന് തന്നെ ഡെഡായി പോകും. എറിക്ക് എന്നിട്ട് ഐലയ്ക്ക് എന്താണ് പ്രശ്നമെന്നൊക്കെ ചോദിക്കും. സ്പൈക്ക് അയാളോട് കാര്യങ്ങളൊക്കെ പറയും. ഐല അപ്പോഴും ഇടയ്ക്കിടയ്ക്ക് സ്പൈക്കിനെ ഡാഡ് എന്നാണ് വിളിക്കുന്നത്. അതൊക്കെ എറിക്കിന് വിയേർഡായിട്ട് തോന്നും. എറിക്ക് പോലും ആരാണെന്ന് ഐല കുറച്ച് കഴിയുമ്പോൾ ചോദിക്കുന്നുണ്ട്. അതെല്ലാം കഴിഞ്ഞ് അവർ തങ്ങളുടെ യാത്ര കണ്ടിന്യൂ ചെയ്യുകയാണ്. അപ്പോൾ പെട്ടെന്ന് ഒരു അലർച്ച കേൾക്കും. അവർ അത് കേട്ട് പേടിച്ചു പോകുന്നുണ്ട്. സോംബീസ് വല്ലതും അറ്റാക്ക് ചെയ്യാൻ വരുന്നതാണോ എന്ന് അവർ വിചാരിക്കും. പക്ഷെ ഐല ആ സൗണ്ട് കേട്ടിടത്തേക്ക് പോവുകയാണ്. പിന്നാലെ സ്പൈക്കും എറിക്കും. അവരങ്ങനെ പഴയ ഒരു ട്രെയിനിൻ്റെ അടുത്തെത്തും. അതിനകത്തു നിന്നാണ് ശബ്ദം കേൾക്കുന്നത്. ഐല അതിനകത്തേക്ക് കയറിയിട്ട് അവിടുത്തെ കാഴ്ച കണ്ട് ഞെട്ടിപ്പോകും. ഒരു ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള സ്ത്രീയാണ് ബഹളമുണ്ടാക്കുന്നത്. അവൾ പ്രഗ്നന്റ് ആയിരുന്നു. ആ സ്ത്രീ ഉടനെ തന്നെ ഒരു കുഞ്ഞിനെ ജന്മം നൽകാൻ പോവുകയാണ്. എറിക്ക് ആ സോംബിയെ കൊല്ലാൻ ഒരുങ്ങുമ്പോൾ ഐല അത് തടഞ്ഞിട്ട് ആ സോംബിയെ കുഞ്ഞിനെ ഡെലിവർ ചെയ്യാൻ സഹായിക്കും. അങ്ങനെ ആ സോംബി സേഫായിട്ട് ഒരു പെൺകുഞ്ഞിന് ജന്മം കൊടുക്കുകയാണ്. അത്ഭുതകരമായി ആ കുഞ്ഞിന് വൈറസ് ഇൻഫെക്ഷൻ ഉണ്ടായിരുന്നില്ല. അപ്പോൾ പെട്ടെന്ന് ആ സോംബി അവരെ ആക്രമിക്കാൻ വരും. അത് കണ്ട് എറിക്ക് അതിനെ ഷൂട്ട് ചെയ്ത് കൊന്നുകളയും. എന്നിട്ട് ആ കുഞ്ഞും സോംബിയാണെന്ന് പറഞ്ഞ് അതിനെയും കൊല്ലാൻ പോവുകയാണ്. സ്പൈക്കും ഐലയും കുഞ്ഞിനൊന്നും ചെയ്യരുതെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഒരു ആൽഫ അങ്ങോട്ടേക്ക് വന്നിട്ട് പെട്ടെന്ന് എറിക്കിനെ പൊക്കിയെടുത്ത് അവൻ്റെ തല പിഴുതെടുത്ത് എറിക്കിനെ കൊന്നുകളയും. ആ സോംബിയാണ് ആ കുഞ്ഞിൻ്റെ അച്ഛനെന്ന് തോന്നുന്നു. ആൽഫയെ കണ്ടിട്ട് സ്പൈക്കും അമ്മയും കൂടി അവിടെ നിന്നും കുഞ്ഞിനെയും കൊണ്ട് ഓടി രക്ഷപ്പെടാൻ തുടങ്ങും. ആൽഫ കൊല്ലപ്പെട്ട് കിടക്കുന്ന തന്റെ പാർട്ട്ണറിനെ കണ്ടിട്ട് എറിക്കിന്റെ തലയും കയ്യിൽ പിടിച്ചുകൊണ്ട് സ്പൈക്കിനെയും ഐലയും പിടിക്കാൻ അവരുടെ പുറകെ ഓടുകയാണ്. സ്പൈക്ക് അതിന് നേരെ കുറെ അമ്പെയ്യുന്നുണ്ടെങ്കിലും അതൊക്കെ കൊണ്ടിട്ടും ആ ആൽഫയ്ക്ക് ഒരു കുലുക്കവുമില്ല. സ്പൈക്കിനെയും അമ്മയും അത് കൊല്ലാനായിട്ട് ഒരുങ്ങുമ്പോഴേക്കും അവിടേക്ക് ഒരാൾ വന്ന് മയങ്ങാനുള്ള മരുന്നടങ്ങിയ ഡാർട്ട് ആ ആൽഫയുടെ ദേഹത്തേക്ക് എയ്യും. ആൽഫ അത് കൊണ്ടിട്ട് ബോധം കെട്ടി വീടില്ലെങ്കിലും മയങ്ങി അവിടെ തന്നെ ഇങ്ങനെ നിൽക്കും. അങ്ങനെ ഇത്തവണയും ഐലയും സ്പൈക്കും കഷ്ടിച്ച് രക്ഷപ്പെട്ടു. അവരെ രക്ഷിച്ച ആൾ മറ്റാരുമല്ല, അതാണ് ഡോക്ടർ കെൽസൺ. തങ്ങളുടെ മുന്നിൽ നിൽക്കുന്ന ആളെ തന്നെയാണ് തങ്ങൾ തേടിയതെന്ന് അവർക്ക് മനസ്സിലാകും. അദ്ദേഹം അവിടെയാണ് താമസിക്കുന്നത്. പതിറ്റാണ്ടുകൾക്ക് ശേഷമാണ് ഡോക്ടർ മനുഷ്യരോട് സംസാരിക്കുന്നത്. ഡോക്ടർ തന്റെ ദേഹത്ത് മുഴുവൻ അയോഡിൻ പുരട്ടി വെച്ചിട്ടുണ്ട്. അയോഡിൻ വൈറസ് ഇൻഫെക്റ്റഡ് ആകുന്നതിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യും. അതുകൊണ്ടാണ് ദേഹം മുഴുവൻ അങ്ങനെ രക്തം പോലെ ഇരിക്കുന്നത്. ആൽഫകളുടെ ഇടയിലാണ് അദ്ദേഹം ജീവിക്കുന്നത്. സ്പൈക്കിനെയും അമ്മയും കൊല്ലാൻ നോക്കിയ ആൽഫയെ താൻ സാംസൺ എന്നാണ് വിളിക്കുന്നതെന്ന് ഡോക്ടർ അവരോട് പറയും. സാംസൺ തിരിച്ചു ബോധത്തിലേക്ക് വരുന്നതിന് മുന്നേ നമുക്ക് ഇവിടെ നിന്ന് പോകണമെന്ന് പറഞ്ഞിട്ട് ഡോക്ടർ സാംസന്റെ കയ്യിലുണ്ടായിരുന്ന എറിക്കിന്റെ തലയും എടുത്തിട്ട് അവരെയും കൂട്ടി താൻ താമസിക്കുന്നിടത്തേക്ക് പോവുകയാണ്.
ഒരു ചെറിയ നദി ക്രോസ് ചെയ്ത് കഴിഞ്ഞെത്തുന്ന ഒരു പ്രദേശത്താണ് അദ്ദേഹം താമസിക്കുന്നത്. ആ നദി ക്രോസ് ചെയ്ത് ആളുകൾ അവിടേക്ക് വരാറില്ല. അയില ആ നദിയിൽ നിന്ന് കുറച്ച് വെള്ളമെടുത്ത് കുഞ്ഞിൻ്റെ വായിലിട്ടിച്ചു കൊടുക്കും. ഡോക്ടർ താമസിക്കുന്ന സ്ഥലത്തെത്തി കഴിയുമ്പോൾ അവിടുത്തെ കാഴ്ച കണ്ട് സ്പൈക്കും അമ്മ ഞെട്ടിപ്പോകും. ആ പ്രദേശം മുഴുവൻ മനുഷ്യൻ്റെ എല്ലുകൾ കൊണ്ട് പില്ലറുകൾ പോലെ പണിതു വെച്ചിരിക്കുകയാണ് ഡോക്ടർ. അതിനു നടുവിലെ തലയോട്ടിയുടെ വലിയൊരു ഗോപുരവും. ഡോക്ടർ അതിനെ മെമെന്റോ മോറി എന്നാണ് വിളിക്കുന്നത്. അതിൻ്റെ അർത്ഥം റിമെമ്പർ ഡെത്ത് എന്നാണ്. നമ്മളെല്ലാവരും ഒരു ദിവസം മരിക്കേണ്ടവരാണെന്നുള്ള കാര്യം ഓർത്തിരിക്കണമെന്ന് അദ്ദേഹം പറയും. ഇത് മുഴുവൻ ഇൻഫെക്റ്റഡ് ആയിട്ടും അല്ലാതെയും കൊല്ലപ്പെട്ട മനുഷ്യരുടെ അസ്ഥികളാണ്. ഇവയെല്ലാം തമ്മിൽ ഒരു വ്യത്യാസവുമില്ല. ഇത് അവർക്ക് വേണ്ടിയുള്ള ഒരു സ്മാരകമാണെന്ന് ഡോക്ടർ പറയുകയാണ്. എന്നിട്ട് അദ്ദേഹം എരിക്കിൻ്റെ തലയെടുത്ത് കത്തിക്കൊണ്ടിരുന്ന തീയിലേക്കിടും. അത് ഫുൾ കത്തിക്കഴിയുമ്പോൾ തലയോട്ടിയെടുത്ത് വൃത്തിയായി കഴുകിയിട്ട് സ്പൈക്കിൻ്റെ നേരെ നീട്ടിക്കൊണ്ട് പറയും, എരിക്കിന് നീ ഒരു നല്ല പ്ലേസ് കണ്ടുപിടിക്കുമെന്ന്. സ്പൈക്ക് അത് വാങ്ങി അത് തലയോട്ടികളുടെ ആ ഗോപുരത്തിൽ നല്ലൊരിടത്ത് കൊണ്ടുചെന്ന് വെക്കും. ഔട്ട് ബ്രേക്ക് ഉണ്ടായി കഴിഞ്ഞ് മരിച്ച മിക്ക ആളുകളുടെയും ബോഡികൾ കൊണ്ട് ഇങ്ങനൊരു സ്മാരകം അവരുടെ ഓർമ്മയ്ക്കായി ഉണ്ടാക്കുകയായിരുന്നു ഡോക്ടർ കെൽസൺ. അല്ലാതെ ഭ്രാന്തൊന്നുമല്ലായിരുന്നു. ഇങ്ങനെ ചെയ്യുന്നതിൻ്റെ തീയാണ് അന്ന് ജെയ്മിയൊക്കെ കണ്ടത്. അത് കഴിഞ്ഞ് കുഞ്ഞിൻ്റെ കാര്യവും സ്പൈക്ക് ഡോക്ടറിനോട് പറയും. ഇൻഫെക്റ്റഡ് ആയ സോംബീസിൻ്റെ കുഞ്ഞാണിത്, പക്ഷേ ഈ കുഞ്ഞ് ഇൻഫെക്റ്റഡ് അല്ല എന്ന് പറയുമ്പോൾ ഡോക്ടർ പറയും, എനിക്ക് ഇങ്ങനൊരു കാര്യത്തിനുള്ള ചാൻസ് ഉണ്ടെന്ന് തോന്നിയിരുന്നു. ഇതാണ് പ്ലസൻറ്റയുടെ മാജിക് എന്ന്. വെള്ളം കൊടുത്തുകൊണ്ട് കുഞ്ഞിനെ കുറച്ചു നാളത്തേക്ക് മാത്രമേ ജീവനോടെ വയ്ക്കാൻ പറ്റുകയുള്ളൂ. കുഞ്ഞിന് വേഗം തന്നെ പാല് കൊടുക്കണമെന്ന് ഡോക്ടർ പറയും. കുഞ്ഞിനെ വേഗം തന്നെ ഐലൻഡിലേക്ക് കൊണ്ടുപോകണം എന്നാണ് ഡോക്ടർ ഉദ്ദേശിച്ചത്. അത് കഴിഞ്ഞ് സ്പൈക്ക് താൻ വന്ന കാര്യം ഡോക്ടറിനോട് പറയും. തൻ്റെ അമ്മയുടെ അസുഖം കണ്ടുപിടിച്ച് ചികിത്സിച്ച് ഭേദമാക്കണമെന്ന് അവൻ ഡോക്ടറിനോട് പറയുകയാണ്. ഡോക്ടർ ഐലയുടെ സിംറ്റംസും അവളുടെ ഇപ്പോഴത്തെ അവസ്ഥയും ഒക്കെ ചെക്ക് ചെയ്ത് മനസ്സിലാക്കിയിട്ട് പറയും, ഐലയ്ക്ക് ക്യാൻസർ ഉണ്ടാകാനുള്ള സാധ്യതയാണ് കാണുന്നത്. അത് ശരീരത്തിൻ്റെ മിക്ക ഭാഗത്തേക്കും പടർന്നിട്ടുണ്ടാകാമെന്ന്. തൻ്റെ കയ്യിൽ രോഗം നിർണ്ണയിക്കാനോ ചികിത്സിക്കാനുള്ള ഒരു എക്യുപ്മെൻറ്റും ഇല്ല എന്ന് ഡോക്ടർ പറയും. ഇത് കേട്ട് സ്പൈക്കും ഐലയും ഷോക്കാകും. ഐല ഇനി അധികം ദിവസം ജീവനോടെ ഇരിക്കില്ല എന്നും സ്പൈക്കിന് ഡോക്ടറിൻ്റെ വാക്കുകളിൽ നിന്നും മനസ്സിലാകും. സ്പൈക്കിന് ആകെപ്പാടെ സങ്കടം വരും. അമ്മയ്ക്കും വിഷമമാകും. ഐല പറയും, തനിക്ക് ക്യാൻസർ ആണെന്ന് മനസ്സിലായിട്ടുണ്ടായിരുന്നു, പക്ഷേ അത് സ്പൈക്കിനോട് എങ്ങനെ പറയണമെന്ന് അറിയില്ലായിരുന്നു. മറ്റാരെങ്കിലും അത് മകനോട് പറയുമെന്ന് കരുതി, പക്ഷേ അങ്ങനെയും ഉണ്ടായില്ല എന്ന്. വിഷമത്തോടെയാണ് ഐല ഇങ്ങനെ പറയുന്നത്. സ്പൈക്കിനും വിഷമം വരും. അമ്മയെ രക്ഷിക്കാൻ പറ്റില്ല എന്ന് അവൻ ഡോക്ടറിനോട് കരഞ്ഞുകൊണ്ട് ചോദിക്കുകയാണ്. ഐ എം സോറി, തനിക്കതിന് കഴിയില്ല എന്ന് ഡോക്ടർ സ്പൈക്കിനോട് പറയുകയാണ്. ഉടനെ തന്നെ അമ്മ മരിച്ചു പോകുമെന്ന് അവനും മനസ്സിലാകും. പക്ഷേ സ്പൈക്ക് ഇതൊന്നും അംഗീകരിക്കാൻ തയ്യാറാകാതെ ഓരോന്ന് പറഞ്ഞ് കരയുകയാണ്. അമ്മയെ എങ്ങനെയെങ്കിലും രക്ഷിക്കണമെന്ന് അവൻ ഡോക്ടറോട് കെഞ്ചി പറയും. അപ്പോൾ അമ്മ അവനെ കെട്ടിപ്പിടിച്ച് ആശ്വസിപ്പിക്കുകയാണ്. അമ്മ പറയും, ഡോക്ടറിന് എന്നെ രക്ഷിക്കാൻ കഴിയില്ലായിരിക്കും, പക്ഷെ തീർച്ചയായിട്ടും എന്നെ സഹായിക്കാൻ പറ്റുമെന്ന്. ഡോക്ടർ അപ്പോൾ ഐലയെ നോക്കിയിട്ട് മയക്കാനുള്ള മരുന്നടങ്ങിയ ഒരു ഡാർട്ട് സ്പൈക്കിൻ്റെ ദേഹത്തേക്ക് ചെയ്യും. ഐലയുടെ സമ്മതപ്രകാരം തന്നെയാണ് അങ്ങനെ ചെയ്യുന്നത്. സ്പൈക്ക് അപ്പോൾ മയക്കത്തിലേക്ക് വീഴും. 10% ബോധം മാത്രമേ അവനുള്ളൂ. ചുറ്റും നടക്കുന്നതൊക്കെ അവന് കാണാൻ പറ്റുന്നുണ്ട്. ഐല മകനെ നിലത്തേക്ക് ഇരുത്തിയിട്ട് കുഞ്ഞിനെയും അവൻ്റെ കയ്യിലേക്ക് കൊടുക്കും. അപ്പോൾ ഡോക്ടർ സ്പൈക്കിനോട് പറയും, മെമെന്റോ മോറി എന്ന് പറഞ്ഞാൽ നാം എല്ലാം ഒരു ദിവസം മരിക്കണമെന്നുള്ള ബോധ്യമാണ്. പലതരത്തിലുള്ള മരണമുണ്ട്. അതിലേറ്റവും നല്ലത് സമാധാനത്തിലുള്ള മരണമാണ്. നമ്മൾ നമ്മുടെ വേണ്ടപ്പെട്ടവരെ സ്നേഹത്തിൽ വിട്ടിട്ട് പോകുന്നതാണ് അത്. മെമെന്റോ അമോറിസ്, റിമെമ്പർ യു മസ്റ്റ് ലവ്. പരസ്പരം നാം സ്നേഹമുള്ളവരായിരിക്കണം എന്ന് ഡോക്ടർ പറയും. ഐല മകനെ കുറച്ചു നേരം കൂടി കെട്ടിപ്പിടിച്ച് സമാധാനിപ്പിച്ചിട്ട് ഡോക്ടറുടെ കൂടെ പോവുകയാണ്. ഡോക്ടർ ഐലയുടെ ദേഹത്തേക്കും ഡാർട്ട് ചെയ്ത് മയക്കത്തിലാക്കി ഐലയെ വേദനയോടെ ഈ ലോകത്തിൽ നിന്ന് പോകാൻ സഹായിക്കും. അവൾക്ക് അദ്ദേഹം വേദനയില്ലാത്ത ഒരു മരണം കൊടുക്കും. മകൻ സ്പൈക്കിന് അമ്മയോടൊപ്പം ഉണ്ടായിരുന്ന സമയം ഓർമ്മ വരും. ഡോക്ടർ ഐലയുടെ ബോഡി കത്തിച്ച് തലയോട്ടി മാത്രം എടുത്ത് കഴുകി മകൻ്റെ അടുത്തേക്ക് കൊണ്ടുവരും. എന്നിട്ട് അമ്മയ്ക്ക് വേണ്ടി ഏറ്റവും നല്ലൊരു പ്ലേസ് തിരഞ്ഞെടുക്കാൻ പറയും. സ്പൈക്കിന് സങ്കടം വരുന്നുണ്ട്. അവൻ ആ തലയോട്ടി വാങ്ങി ആ ഗോപുരത്തിലൂടെ വലിഞ്ഞ് മുകളിലേക്ക് കയറി തൻ്റെ അമ്മയ്ക്ക് അവസാനമായി ഒരു മൊത്തവും കൊടുത്ത് സ്പൈക്ക് അത് അവിടെ ഏറ്റവും ടോപ്പിൽ വയ്ക്കും. അപ്പോഴേക്കും രാവിലെ സൺറൈസ് ആയിട്ടുണ്ടായിരുന്നു. അമ്മയ്ക്കത് കാണാവുന്ന രീതിയിൽ മകൻ തലയോട്ടി സൂര്യൻ്റെ നേരെ തിരിച്ചു വയ്ക്കും. സ്പൈക്ക് ഇപ്പോൾ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി അംഗീകരിച്ചിട്ടുണ്ട്. അവന് കുറച്ച് ആശ്വാസം കിട്ടും. അപ്പോഴാണ് അവിടെ ആ ആൽഫ സാംസൺ അവരെ ആക്രമിക്കാൻ വരുന്നത്. സ്പൈക്ക് കുഞ്ഞിനെയും എടുത്ത് ഡോക്ടറിൻ്റെ ഒപ്പം അത്യാവശ്യം സേഫ് ആയിട്ടുള്ള ഒരു കുഴിയിൽ ഒളിച്ചിരിക്കും. പക്ഷെ ഡോക്ടർ കെൽസനെ ആ ആൽഫ പിടികൂടും. എന്നിട്ട് അത് ഡോക്ടറെ വാ പിളർന്ന് കൊല്ലാൻ തുടങ്ങുകയാണ്. അപ്പോൾ പെട്ടെന്ന് സ്പൈക്ക് തന്റെ ധൈര്യമെല്ലാം സംഭരിച്ച് ഡോക്ടറിന്റെ കയ്യിൽ നിന്ന് മരുന്നെടുത്ത് ആ ആൽഫയെ കുത്തി മയക്കി കളയും. അവരെല്ലാം വീണ്ടും എങ്ങനെയൊക്കെയോ രക്ഷപ്പെട്ടു. അത് കഴിഞ്ഞ് ഡോക്ടർ സ്പൈക്കിനോട് പറയും, മോനിനെ ഇവിടെ നിൽക്കേണ്ട, വേഗം തിരിച്ചു പോകോളൂ, അതാണ് സ്പൈക്കിനും കുഞ്ഞിനും നല്ലതെന്ന്. അങ്ങനെ സ്പൈക്ക് കുഞ്ഞിനെയും കൂട്ടി തിരികെ അവൻ്റെ ഐലൻഡിലേക്ക് പോവുകയാണ്. കടലിന് നടുവിലുള്ള വഴിയെല്ലാം കടന്ന് അവൻ ഐലൻഡിലെ ഗേറ്റിനരികിലെത്തും. പക്ഷെ അവൻ കുഞ്ഞിനെ ഗേറ്റിന് അടുത്ത് സേഫായി വെച്ചിട്ട് തിരികെ മെയിൻ ലാൻഡിലേക്ക് തന്നെ പോകും. കുഞ്ഞിനൊപ്പം അവൻ അച്ഛൻ ജെയ്മിക്ക് ഒരു കത്തും വെച്ചിട്ടുണ്ടായിരുന്നു.
കുഞ്ഞിന്റെ കരച്ചിൽ കേട്ട് ചെന്ന് നോക്കുമ്പോഴാണ് പെട്രോളിംഗുകാർ കുഞ്ഞിനെയും ആ കത്തും കാണുന്നത്. സ്പൈക്കാണ് ഇതെല്ലാം ചെയ്തതെന്ന് അവർക്ക് മനസ്സിലാകും. ഡാഡ്, ഞാൻ ഓക്കെയാണ്. എന്നെ അന്വേഷിക്കേണ്ട കാര്യമില്ല. ഞാൻ എപ്പോഴാണോ റെഡിയായെന്ന് തോന്നുന്നത് അപ്പോൾ ഞാൻ തിരിച്ചു വരും. എനിക്ക് കടൽ കാണാൻ പറ്റാത്തിടം വരെ യാത്ര ചെയ്യണം എന്നാണ് ആഗ്രഹം. ഞങ്ങൾ ഡോക്ടർ കെൽസിനെ കണ്ടെത്തി. അദ്ദേഹം ഒരു ഭ്രാന്തനല്ല, വളരെ ദയാലുവായിട്ടുള്ളൊരു മനുഷ്യനാണ് അദ്ദേഹം. ഈ കുഞ്ഞ് ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ആളുകളുടേതാണ്, പക്ഷേ ഇവൾ ഇൻഫെക്റ്റഡ് അല്ല. നിങ്ങൾ അവളോട് കുറിച്ച് കരുണ കാണിക്കണം. ഈ കുഞ്ഞിൻ്റെ പേര് ഐല എന്നായിരുന്നു സ്പൈക്ക് അച്ഛൻ എഴുതിയ ആ കത്തിലുണ്ടായിരുന്നത്. കത്ത് വായിച്ചു കഴിയുമ്പോൾ ജെയ്മിയും സാമും ഒരുപാട് ടെൻഷനാകും. ജെയ്മി മകനെ തിരക്കി മെയിൻ ലാൻഡിലേക്ക് പോകാൻ തുടങ്ങുകയാണ്. പക്ഷേ ഹൈറ്റൈഡ് ആയതിനാൽ അയാൾക്ക് പോകാൻ സാധിക്കില്ല. അയാൾ ആ നടുക്കടലിൽ നിന്ന് സ്പൈക്കിൻ്റെ പേരും വിളിച്ച് അലറി കരയുകയാണ്. അയല മരിച്ച വിവരവും ഒരു പക്ഷേ അയാൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അത് കഴിഞ്ഞ് 28 ദിവസങ്ങൾക്ക് ശേഷമുള്ള കാര്യമാണ് കാണിക്കുന്നത്. സ്പൈക്ക് മെയിൻ ടെൻറ്റിൽ തന്നെയാണ്. അവൻ ഒരിടത്തിരുന്ന് വിഷപ്പടക്കാൻ വേണ്ടി ഒരു മീനെ ചുട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അവിടേക്ക് ഒരു ആൽഫ സോംബി വരും. സ്പൈക്ക് അതിനെ ധൈര്യത്തോടെ അമ്പെയ്ത് കൊല്ലും. അപ്പോൾ അതിൻ്റെ കരച്ചിൽ കേട്ട് ഇനിയും സോംബികൾ വരും. തൻ്റെ അടുത്തേക്ക് വരുന്നതിനെല്ലാം അവൻ കൊന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് കുന്നിറങ്ങി ഒരു നോർമലായിട്ടുള്ള മനുഷ്യൻ അവിടേക്ക് വന്ന് സ്പൈക്കിനോട് സംസാരിക്കുന്നത്. അയാളുടെ ഒപ്പം അയാളുടെ കൂട്ടുകാരുമുണ്ടായിരുന്നു. ഞങ്ങൾ നിന്നെ സഹായിക്കാമെന്ന് അയാൾ പറയും. സ്പൈക്ക് അതിന് സമ്മതിക്കും. അങ്ങനെ സോംബികളെ അയാളുടെ ഓർഡർ അനുസരിച്ച് അയാളുടെ കൂട്ടുകാരെല്ലാം കൂടി കൊന്നുകളയും. അത് പക്ഷേ അമ്പെയ്തോ ഒന്നുമല്ല, ഭയങ്കര ബ്രൂട്ടലായിട്ടാണ് അവർ കൊല്ലുന്നത്. എൻജോയ് ചെയ്യുന്നത് പോലെ ഭയങ്കര മാസ് ആക്ഷനൊക്കെ ഇട്ട് ആ സോംബികളെല്ലാം അവർ ക്രൂരമായി കൊന്നുകളയും. എന്നിട്ട് ആ മെയിൻ ആൾ സ്പൈക്കിനെ പരിചയപ്പെടും. അയാളുടെ പേര് ജിമ്മി എന്നാണ്. ആൾ ആരാണെന്ന് പിടികിട്ടിയോ? മൂവിയുടെ തുടക്കത്തിൽ കാണിച്ച ആ കുട്ടിയാണ് ഈ ജിമ്മി. അന്ന് രക്ഷപ്പെട്ട ജിമ്മി ഇപ്പോൾ ഇങ്ങനെ ഒരു ഗ്രൂപ്പിന്റെ ലീഡറായിട്ട് നടക്കുകയാണ്. അന്ന് ജിമ്മിയുടെ പ്രീസ്റ്റ് ഫാദർ കൊടുത്ത കുരിശുമാല അവൻ ഇപ്പോഴും അതിലെ കുരിശ് തലകീഴായിട്ടിട്ട് കഴുത്തിൽ ധരിച്ചുകൊണ്ട് നടപ്പുണ്ട്. ജിമ്മിയും ഗ്രൂപ്പും മെയിൻലാൻഡിലെ സോംബികളെ വേട്ടയാടുന്നവരാണെന്നാണ് തോന്നുന്നത്. ഈ ജിമ്മിയും ടീമുമായിരിക്കും സ്പൈക്കും അച്ഛനും കൂടി പോയപ്പോൾ കണ്ട സോംബിയെ അവിടെ അങ്ങനെ തലകീഴ കെട്ടി തൂക്കിയിട്ടിരുന്നത്. ജിമ്മി എന്നാണ് അന്ന് ആ സോംബിയുടെ ബോഡിയിൽ കോറി വരച്ചിട്ടിരുന്നത്. കൂടാതെ മെയിൻലാൻഡിൽ പല സ്ഥലത്തും ഇങ്ങനെയൊക്കെ ഓരോന്ന് എഴുതിയിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഇവരുടെ പണിയായിരിക്കും. ടെലിടബീസിൻ്റെ കോസ്റ്റ്യൂം പോലത്തെ കളർഫുൾ കോസ്റ്റ്യൂമാണ് ജിമ്മിയും ഫ്രണ്ട്സും ധരിച്ചിരിക്കുന്നത്. ജിമ്മി കൈ കൊടുത്ത് പരിചയപ്പെട്ടിട്ട് എൻ്റെ ഫ്രണ്ട് ആകുമോ എന്ന് സ്പൈക്കിനോട് ചോദിക്കും. സ്പൈക്ക് ഒരു സംശയത്തോടെ അയാൾക്ക് കൈ കൊടുക്കുന്നുണ്ടെന്ന് തോന്നുന്നു. അവിടെ വെച്ച് ഫിലിം തീരുകയാണ്. നെക്സ്റ്റ് പാർട്ടിലായിരിക്കും ജിമ്മി നല്ലവനാണോ കെട്ടവനാണോ എന്ന് മനസ്സിലാകുന്നത്. എന്തൊക്കെയോ ചില പന്തികേടുകൾ അയാളുടെ പ്രവൃത്തിയിൽ ഫീൽ ചെയ്യുന്നുണ്ട്. മൂവിയുടെ കഥയും എക്സ്പ്ലനേഷനും എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് കമൻറ്റിൽ അറിയിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും സപ്പോർട്ട് ചെയ്യുക. നെക്സ്റ്റ് ഒരു അടിപൊളി സിനിമയുടെ എക്സ്പ്ലനേഷനുമായി വരാം. സോ അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ.